പ്രോസസ് ഓഫ് മെമ്മറി എങ്ങനെയാ നടക്കുന്നത് നോക്കാം. അപ്പൊ നമുക്കറിയാം നമുക്ക് എന്താ കിട്ടുന്നത്, സെൻസറി സ്റ്റിമുലൈ ആ കിട്ടുന്നത് അല്ലെ. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും നമുക്ക് ഒത്തിരി സ്റ്റിമുലൈ കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒത്തിരി സ്റ്റിമുലൈ കിട്ടുന്നത് നമ്മുടെ സെൻസറി സെൽസ് എന്ത് ചെയ്യും, സ്പെഷ്യൽ സെൽസ് ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഈ ആക്സെപ്റ്റ് ചെയ്ത സ്റ്റിമുലൈ നമ്മൾ എങ്ങോട്ടാ കൊടുക്കുന്നത്, ആദ്യം കൊടുക്കുന്നത് സെൻസറി മെമ്മറിക്കാണ്. ഈ സെൻസറി മെമ്മറി എന്ന് പറയുന്നത് ഒത്തിരി വലുതൊന്നും അല്ല, അതിന്റെ ഡ്യൂറേഷനും വളരെ കുറവായിരിക്കും. ഓക്കെ, ഈ സെൻസറി മെമ്മറിയിലാണ് ഏറ്റവും ആദ്യം നമുക്ക് എന്ത് കിട്ടുന്നത്, സറൗണ്ടിങ്സിൽ നിന്നുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത്. ഇത് എന്ത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇൻഫർമേഷൻ, സെൻസ് ഓർഗൻസ് യൂസ് ചെയ്തിട്ടാണ് ഇൻഫർമേഷൻ എടുക്കുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്താ പറയുന്നത്, ഡ്യൂറേഷൻ വളരെ കുറവാണ്, കപ്പാസിറ്റിയും വളരെ കുറവാണ്. Now, ഈ സെൻസറി മെമ്മറിയിൽ അതൊരു ഷോർട്ട് ടേം മെമ്മറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, കുറച്ച് നാൾ മാത്രം നിൽക്കുന്ന ഒരു മെമ്മറി അല്ലേ. നമുക്കിപ്പം എക്സാമ്പിൾ പറഞ്ഞാണ്, നമ്മൾ ഒരു മഴത്തുള്ളി നമ്മുടെ കയ്യിൽ വീണു, ആ മഴത്തുള്ളി കയ്യിൽ വീണ ആ ഫീലിംഗ് എത്ര നേരം കാണും, വളരെ കുറച്ച് നേരം കാണുള്ളൂ അല്ലേ. അപ്പം അതെന്താണ്, അതൊരു സെൻസറി മെമ്മറിയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ സെൻസറി മെമ്മറിയിൽ വന്ന ഇൻഫർമേഷന് അറ്റൻഷൻ കൊടുക്കുകയാണ്. ഓക്കെ, അതായത് നമ്മൾ ആ ഫീലിംഗ് നമ്മളത് എന്താ പറയാ, നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ആ ഫീലിങ്ങിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ അതിന് അറ്റൻഷൻ കൊടുക്കുമ്പം അതെന്തിലേക്ക് വരും, വർക്കിംഗ് മെമ്മറിയിലേക്ക് വരും, അല്ലെങ്കിൽ ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് വരും. ഓക്കെ, അപ്പം ആ ഫീലിംഗ് നമ്മൾ എന്ത് ചെയ്തു, അവിടെ മറന്നു കളയുന്നതിന് പകരം, അവിടെ മറന്നു കളയാം, ഫോർഗോട്ടൺ കേട്ടോ, അവിടെ മറന്നു കളയാം, പക്ഷെ മറന്നു കളയുന്നതിന് പകരം അതിൽ നമ്മൾ അറ്റൻഷൻ കൊടുക്കുമ്പം അത് നമ്മുടെ വർക്കിംഗ് മെമ്മറിയിലേക്ക് വരും. ഈ വർക്കിംഗ് മെമ്മറിയിൽ വരുന്നത് കുറച്ചുകൂടെ ഡ്യൂറേഷൻ ഉണ്ട്. ഓക്കെ, ഒരു 5 to 15 സെക്കൻഡ്സ് ഡ്യൂറേഷൻ നമുക്ക് അത് നിൽക്കാം, കുറച്ചുകൂടെ കപ്പാസിറ്റിയും ഉണ്ട്. ഈ വർക്കിംഗ് മെമ്മറിയിൽ വരുന്ന ഇൻഫർമേഷനെ നമ്മൾ റിഹേഴ്സ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, നമുക്ക് ഇതെന്ത് ചെയ്യാം, ഇതിനെ നമ്മൾ ഒന്നാമത് നമുക്ക് എന്ത് ചെയ്യാം, വർക്കിംഗ് മെമ്മറിയിൽ വരുന്നത് നമുക്ക് ഇനിയും കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്യുന്ന ഫോമാറ്റിലാക്കിയിട്ട് നമുക്ക് അതിനെ എൻകോഡ് ചെയ്ത് എവിടെ സ്റ്റോർ ചെയ്യാം, ലോങ് ടേം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാം, ആവശ്യമുള്ളപ്പോൾ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. ഓക്കെ, പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഈ സാധനത്തെ നമ്മൾ റിഹേഴ്സ് ചെയ്തുകൊണ്ടേയിരിക്കണം, റിപ്പീറ്റഡ് ആയിട്ട് അതിനെ റിഹേഴ്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. റിഹേഴ്സ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, വർക്കിംഗ് മെമ്മറിയിൽ നിന്ന് ആ ഒരു ഇൻഫർമേഷൻ എൻകോഡഡ് ആയിട്ട് ലോങ് ടേം മെമ്മറിയിലോട്ട് പോകുന്നത്. വൺസ് ഇത് ലോങ് ടേം മെമ്മറിയിൽ പോയി കഴിഞ്ഞാൽ, ലോങ് ടേം മെമ്മറിയുടെ കപ്പാസിറ്റി ഈസ് ഇൻഫൈനൈറ്റ്, ആൻഡ് ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത് തന്നെ എന്താണ്, പെർമനന്റ് ആയിട്ടുള്ള മെമ്മറിയാണ്. അതെന്തായി, അവിടെ സ്റ്റോർ ആയി. ഇനി നമുക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും എന്ത് ചെയ്യാം, ഈ ഇൻഫർമേഷൻ നമുക്ക് റിട്രീവ് ചെയ്യാം. സോ ഇങ്ങനെയാണ് മെമ്മറി പ്രോസസ് വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാ, ആദ്യം നമുക്ക് സ്റ്റിമുലൈ കിട്ടി, സ്റ്റിമുലൈ വരുന്നത് എങ്ങോട്ടാ, സെൻസറി മെമ്മറിയിലേക്കാണ്. സെൻസറി മെമ്മറിയിൽ വരുന്ന സ്റ്റിമുലൈ നമ്മൾ അതിൽ അറ്റൻഷൻ കൊടുക്കുകയാണെങ്കിൽ അതെങ്ങോട്ട് വരും, വർക്കിംഗ് മെമ്മറിയിലോട്ട് വരും. ഓക്കെ, വർക്കിംഗ് മെമ്മറിയിൽ നമ്മൾ അതിനെ റിഹേഴ്സ് ചെയ്യാണ്, പിന്നെ അതിൽ നമ്മൾ പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ അത് എൻകോഡഡ് ആയിട്ട് എവിടെ വരും, ലോങ് ടേം മെമ്മറിയിൽ വരും. ലോങ് ടേം മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, റിട്രീവ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മെമ്മറി. നെക്സ്റ്റ് വരുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെമ്മറി ആണ്. എന്തൊക്കെയാ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെമ്മറിയിൽ വരുന്നത്, ഒന്ന്, ഇറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം ലേണിംഗ് ആൻഡ് എക്സ്പീരിയൻസസ്. മെമ്മറി എവിടുന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, ലേണിംഗ് ആൻഡ് എക്സ്പീരിയൻസസിൽ നിന്നാണ്. നമ്മൾ പറഞ്ഞു റിഹേഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പം ലേണിംഗ് ആൻഡ് എക്സ്പീരിയൻസ് വേണം. പിന്നെ എന്താണ്, മെമ്മറി എന്ന് പറയുന്നത് എന്താണ്, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. തേർഡ് എന്താണ്, മെമ്മറി റീപ്രൊഡ്യൂസസ് ദ പേർട്ട് എക്സ്പീരിയൻസസ്. മെമ്മറി എന്ത് ചെയ്യും, നേരത്തെ ഉള്ള എക്സ്പീരിയൻസിനെ എന്ത് ചെയ്യും, റീപ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ എന്താണ്, ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റീവ് ആൻഡ് റീപ്രൊഡ്യൂസ്. മെമ്മറി എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അടുത്ത നമുക്ക് ടൈപ്സ് ഓഫ് മെമ്മറി നോക്കാം. മെയിൻ ആയിട്ട് 3 ടൈപ്സിലാണ് നമ്മൾ ഹ്യൂമൻ മെമ്മറിയെ പറയുന്നത്. ഒന്ന് സെൻസറി മെമ്മറി, രണ്ടാമത്തത് എന്താണ്, ഷോർട്ട് ടേം മെമ്മറി, മൂന്നാമത്തത് ലോങ് ടേം മെമ്മറി എന്നാണ് പറയുന്നത്. ഓക്കെ, സെൻസറി മെമ്മറി എന്ന് പറയുന്നത് എന്താണ്, വളരെ ബ്രീഫ് ആയിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ കണ്ടു അല്ലെ, സെൻസ് ഓർഗൻസിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻ ആദ്യം വരുന്നത് എങ്ങനെയാണ്, എന്തിലേക്കാണ്, സെൻസറി മെമ്മറിയാണ്. അത് വളരെ ബ്രീഫ് ആയിട്ടും വളരെ ചെറിയ കപ്പാസിറ്റി ഉള്ള മെമ്മറിയാണ്. ആ മെമ്മറിയിൽ എന്ത് ചെയ്യും, വളരെ കുറച്ച് നേരത്തേക്ക് ഈ ഇൻഫർമേഷൻ ഹോൾഡ് ചെയ്യും, വെരി ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ. ഓക്കെ, സോ സെൻസറി മെമ്മറി ഇസ് എ ബ്രീഫ് ആൻഡ് ഫ്ലീറ്റിംഗ് ഫോം ഓഫ് മെമ്മറി that holds sensory information for a very short period of time. Okay, ഇനി അതെങ്ങോട്ട് പോവും, വർക്കിംഗ് മെമ്മറിയിലോട്ട് പോകും അല്ലെ. നമ്മൾ അറ്റൻഷൻ കൊടുക്കുകയാണെങ്കിൽ എങ്ങോട്ട് പോകും, വർക്കിംഗ് മെമ്മറിയിലോട്ട് പോകും. അതിനെ നമുക്ക് ഷോർട്ട് ടേം മെമ്മറി എന്നും പറയാം. ഷോർട്ട് ടേം മെമ്മറി എന്താണ്, ഇറ്റ്സ് എ ലിമിറ്റഡ് കപ്പാസിറ്റി മെമ്മറി സിസ്റ്റം ദാറ്റ് ഹോൾഡ്സ് ഇൻഫർമേഷൻ ഫോർ എ ഷോർട്ട് ഡ്യൂറേഷൻ, typically for a few seconds of a minute. Okay, അപ്പം ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത് എന്താണ്,
ഷോർട്ട് ആണ് അല്ലെ, നമ്മൾ വേർഡിൽ നിന്ന് തന്നെ കിട്ടും. ഷോർട്ട് ടേം മെമ്മറി ഷോർട്ട്, അതിന്റെ കപ്പാസിറ്റിയും ലിമിറ്റഡ് ആണ്. വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമേ ഇവിടെ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മുടെ ഇൻഫർമേഷൻ ഹോൾഡ് ആവുന്നുള്ളൂ. എന്നാൽ വാട്ട് ഈസ് ലോങ് ടേം മെമ്മറി? ലോങ് ടേം മെമ്മറി എന്ന് പറയുന്ന ഒരു പെർമനന്റ് സെറ്റപ്പ് ആണ് അല്ലെ. അതൊരു റിലേറ്റീവ്ലി പെർമനന്റ് ആയിട്ടും വളരെ അധികം കപ്പാസിറ്റി ഉള്ളതുമായിട്ടുള്ള ഒരു മെമ്മറി സിസ്റ്റമാണ് ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യും? എക്സ്റ്റെൻഡഡ് പീരീഡ്സിലേക്ക് നമ്മുടെ ഇൻഫർമേഷനെ ലോങ് ടേം മെമ്മറി സ്റ്റോർ ചെയ്യും. സോ ടൈപ്സ് ഓഫ് മെമ്മറി എന്തൊക്കെയുണ്ട്? നമുക്ക് സെൻസറി മെമ്മറി ഉണ്ട്, ഷോർട്ട് ടേം മെമ്മറി ഉണ്ട്, ലോങ് ടേം മെമ്മറി ഉണ്ട്. ഇനി നമുക്ക് സെൻസറി മെമ്മറി സെൻസറി മെമ്മറി ഇൻപുട്സ് എന്തൊക്കെയാന്ന് നോക്കാം. എന്തായിരിക്കും ഇൻപുട്സ്? നമ്മുടെ സെൻസ് ഓർഗൻസിൽ നിന്ന് വരുന്നതായിരിക്കും നമ്മുടെ സെൻസറി മെമ്മറിയുടെ ഇൻപുട്സ്. സോ എന്തൊക്കെയുണ്ട്? ഹെപ്റ്റിക് ഉണ്ട്, ഹെപ്റ്റിക് ഇൻഫർമേഷൻ ഉണ്ട്, ഇക്കോയിക് ഇൻഫർമേഷൻ ഉണ്ട്, ഐക്കോണിക് ഇൻഫർമേഷൻ ഉണ്ട്, ഓൾഫാക്ടറി ഇൻഫർമേഷൻ ഉണ്ട്, ഗസ്റ്റേറ്ററി ഇൻഫർമേഷൻ ഉണ്ട്. എന്തൊക്കെയാ? ഹെപ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട, ടച്ചുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ആണ് ഹെപ്റ്റിക് ഇൻഫർമേഷൻ. പിന്നെ എക്കോയിക് എന്ന് പറയുന്നതോ ഓഡിറ്ററി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. ഐക്കോണിക് എന്ന് പറയുന്നത് വിഷ്വൽ ഇൻഫർമേഷൻ. ഓൾഫാക്ടറി എന്ന് പറയുന്നത് എന്താണ്? നോസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. ഓക്കെ, സ്മെല്ലൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട്. പിന്നെ ഗസ്റ്റേറ്ററി എന്ന് പറയുന്നതോ ടേസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. ഇതൊക്കെയാണ് സെൻസറി ഇൻപുട്സ് വരുന്നത്. പിന്നെ ഷോർട്ട് ടേം മെമ്മറിയെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ആദ്യം നമ്മൾ കണ്ടത് എന്താണ്? സെൻസറി മെമ്മറിയാണ്. ഇനി ഷോർട്ട് ടേം മെമ്മറി എന്താണെന്ന് നോക്കാം. ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു ഷോർട്ട് ടേം മെമ്മറിക്ക് എന്തുണ്ട്? ലിമിറ്റഡ് കപ്പാസിറ്റിയേ ഉള്ളൂ അല്ലേ, ഫോർ ലിറ്റിൽ ടൈം. ആൻഡ് എത്ര സാധനങ്ങൾ ഹോൾഡ് ചെയ്യാം? വളരെ കുറവ്. ഓക്കെ, 7 items എന്നാണ് നമ്മൾ പൊതുവെ പറയുന്നത്. ഇറ്റ് ക്യാൻ ഹോൾഡ് അറൌണ്ട് 7 items, 7 ഇൻഫർമേഷൻ അറ്റ് എ ടൈം. ഓക്കെ, അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മൾ പറഞ്ഞു ഫ്യൂ സെക്കൻഡ്സ് ആണ്. ആൻഡ് റിഹേഴ്സൽ ഓഫ് ദിസ് ഷോർട്ട് ടേം മെമ്മറി വിൽ ഡു വാട്ട്? Will put the information into long-term memory. Rehearsal is a process of actively maintaining information in short-term memory by repeating it. Repeat ചെയ്യുന്നതാണ് റിഹേഴ്സൽ എന്ന് പറയുന്നത്. ഷോർട്ട് ടേം മെമ്മറിക്ക് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഫോൺ നമ്പർ ഡയൽ ചെയ്യാൻ എടുക്കാം അല്ലേ. ഫോൺ നമ്പർ ഡയൽ ചെയ്യാൻ എടുക്കുമ്പോൾ നമ്മൾ ആ നമ്പർ നോക്കി നമ്മൾ ഡയൽ ചെയ്യുന്ന ആ സമയത്ത് നമുക്ക് എന്തുണ്ട്? ആ നമ്പേഴ്സിന്റെ ഒരു അവയർനെസ് ഉണ്ട്. എന്നാൽ ആ ഡയൽ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സംസാരിച്ച് തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവൂ ഫോൺ നമ്പർ? ഇല്ല അല്ലെ. അപ്പൊ അതെന്തിലാണ് നമ്മൾ വെച്ചിരുന്നത്? ഷോർട്ട് ടേം മെമ്മറിയിലാണ് നമ്മൾ ആ ഇൻഫർമേഷൻ വെച്ചിരുന്നത്. നെക്സ്റ്റ് ആണ് ലോങ് ടേം മെമ്മറി. ലോങ് ടേം മെമ്മറി നമുക്ക് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, ബിക്കോസ് അതിൽ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. സോ ഈ ഒരു ഡയഗ്രാം നോക്കിയാൽ നമുക്ക് അതിന്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് പറഞ്ഞു പോവാം, പിന്നെ നമുക്ക് ഓരോ ടൈപ്സ് ഡിസ്കസ് ചെയ്യാം. സോ ലോങ് ടേം മെമ്മറി ബേസിക്കലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് കോൺഷ്യസ്, എക്സ്പ്ലിസിറ്റ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് മെമ്മറി. ഇത് മൂന്നും ഒന്നാണ് നോക്കണം. ഓക്കെ, അതിന് പറയുന്നത് എന്താ? കോൺഷ്യസ് മെമ്മറി, എക്സ്പ്ലിസിറ്റ് മെമ്മറി അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറയും. രണ്ടാമത്തെ എന്താണ്? അൺകോൺഷ്യസ് മെമ്മറി അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയും. ഓക്കെ, അൺകോൺഷ്യസ് അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് മെമ്മറി എന്നാണ് രണ്ടാമത്തെ ടൈപ്പിന് പറയുന്നത്. സോ ലോങ് ടേം മെമ്മറി ഫസ്റ്റ് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ്, ഇങ്ങനെ രണ്ട് മെത്തേഡ്. ഇനി എക്സ്പ്ലിസിറ്റിനെ പിന്നെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? അതിൽ രണ്ട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് എപ്പിസോഡിക് മെമ്മറിയും, രണ്ടെന്ന് പറയുന്നത് സ്കീമാറ്റിക് മെമ്മറിയുമാണ്. ഓക്കെ, എക്സ്പ്ലിസിറ്റ് മെമ്മറി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, എപ്പിസോഡിക് മെമ്മറിയും സ്കീമാറ്റിക് മെമ്മറിയും. അതേപോലെ തന്നെ ഇംപ്ലിസിറ്റ് മെമ്മറിക്ക് 3 ക്ലാസിഫിക്കേഷൻസ് ആണ് ഉള്ളത്. ഒന്ന് പ്രൊസീജിയറൽ മെമ്മറി, രണ്ട് പ്രൈമിംഗ്, മൂന്നെന്ന് പറയുന്നത് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഈ 3 എണ്ണമാണ് എന്ത്? ഇംപ്ലിസിറ്റ് മെമ്മറിയുടെ ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഈ ഒരു സ്ലൈഡിൽ നമുക്ക് എക്സ്പ്ലിസിറ്റ് മെമ്മറിയും അതിന്റെ ടൈപ്സും നോക്കാം. സോ എക്സ്പ്ലിസിറ്റ് മെമ്മറി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു എന്താണ്? ലോങ് ടേം മെമ്മറിയുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്? എക്സ്പ്ലിസിറ്റ് മെമ്മറി. അപ്പൊ എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത് കോൺഷ്യസ് ആയിട്ടുണ്ടാകുന്ന മെമ്മറിയാണ്. ഓക്കെ, അതായത് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന മെമ്മറിയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത്. സോ എക്സ്പ്ലിസിറ്റ് മെമ്മറി ഇൻവോൾവ്സ് കോൺഷ്യസ് റീകളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ, facts and events. It can be consciously accessed and verbalized. അതായത് നമ്മൾ പഠിക്കുന്നതൊക്കെ എന്തിലാണ് വരുന്നത്? എക്സ്പ്ലിസിറ്റ് മെമ്മറിയിലാണ് വരുന്നത്, ഡിക്ലറേറ്റീവ് മെമ്മറിയിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വരുന്നത് എന്താണ്? നെക്സ്റ്റ് നമ്മൾ